ഞായറാഴ്ചയോട് കൂടി ഏകദേശം 10 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് 100 കോടിയും കേരളത്തിൽ നിന്ന് 50 കോടിയും തൂക്കാൻ പോവുകയാണ് സർവ്വം മായയിലൂടെ നമ്മുടെ നിവിൻ പോളി. എന്നേ പിന്നെ നിനക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ പോരെ, നീ ക്യാപ്ഷനിലും തമ്പനയിലും എന്താണ് ഉദ്ദേശിച്ചേക്കുന്നത്, കുത്തിത്തിരിപ്പാണോ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് കുത്തി കുത്തി ചോദിക്കാം. പക്ഷേ ഞാൻ പറയും ഇത് കുത്തിത്തിരിപ്പല്ല, സത്യം പറയുന്നത്, ഫാക്റ്റ് പറയുന്നത് കുത്തിത്തിരിപ്പാകുമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ ഞാൻ കരുതാം. പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞേന്, അങ്ങനെ ഞാൻ എഴുതിയതിന് ഒരു കാരണമുണ്ട് കേട്ടോ. കാര്യം കഴിഞ്ഞൊരു വീഡിയോ നിവിൻ പോളിയായിട്ട് ബന്ധപ്പെട്ട് ഇട്ടപ്പോഴത്തേക്കും അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കുറേ പേര് നിവിൻ ഹേറ്റേഴ്സ്, ഇങ്ങനെയൊക്കെ ഇതിന് മാത്രം ഹേറ്റേഴ്സ് ഇത് എങ്ങനെ വന്നു എന്ന് ഞാൻ ആലോചിച്ച് പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. പിന്നെ അതിൻ്റെ ചെറിയ കാര്യം എനിക്കറിയാം. ഞാനൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന സമയത്ത് DQ നിവിൻ പോളി ഫാൻ ഫൈറ്റ് ഭയങ്കര ശക്തമായിരുന്നു. ആ സമയത്ത് ഞങ്ങളൊക്കെ ദുൽഖർ ഫാനാണ്, ഇപ്പോഴും ദുൽഖർ ഫാനാണ് കേട്ടോ. പക്ഷേ ഇപ്പം നമുക്ക് കുറച്ചുകൂടി വിവരമുണ്ട്, മെച്യൂരിറ്റി ഉണ്ട്. നമ്മൾ അന്ധമായിട്ട് ആരാധിച്ച് മറ്റുള്ളവരെ വെറുതെ ഇങ്ങനെ കുറ്റം പറയത്തില്ല. പക്ഷെ അന്ന് അങ്ങനെ പറയുമായിരുന്നു. ആ സമയത്ത് നമ്മൾ ഒരു കൂട്ടം DQ ഫാൻസ് നിവിൻ ഫാൻസിനെ വളഞ്ഞിട്ട് ആക്രമിക്കുമായിരുന്നു. ഒന്നോ രണ്ടോ പേരെ ഇവന്മാരെ കാണത്തുള്ളൂ, പാവങ്ങൾ. പക്ഷേ ആ സമയത്തും നിവിൻ പോളി ടോപ്പിലായിരുന്നു ഹിറ്റ് റേഷ്യോ കാര്യങ്ങൾ വെച്ച്. അതിൻ്റെ കാര്യം ഫാമിലി സപ്പോർട്ട്, അത് ഇന്നും പുള്ളിക്ക് ഒരു കുറവുമില്ലെന്ന് പുള്ളി തെളിയിച്ചു കഴിഞ്ഞ്. ആ സംഭവം നിവിനുണ്ട്, അത് പുള്ളിയുടെ ഒരു മാജിക്കാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ DQ ഫാൻസും മമ്മൂട്ടി ഫാൻസും ഒക്കെ ഭയങ്കരമായിട്ട് നിവിൻ പോളിനെ ഹേറ്റ് ചെയ്തിരുന്നു, ഹേറ്റ് ക്യാമ്പയിനിങ് ഒക്കെ നടത്തിയിരുന്നു. അതിൻ്റെ കാരണം ഈ രണ്ട് പേർക്കും അന്ന് നിവിൻ ഉണ്ടാക്കിയെടുത്ത ആ ഒരു സംഭവം ഉണ്ടല്ല, എല്ലാ നോൺ മോഹൻലാൽ റെക്കോർഡ്സും നിവിൻ്റെ പേരിലേക്ക് നിവിൻ മാറ്റിയായിരുന്നു. അതുകൊണ്ടാണ് ആ ഹേറ്റ് അന്നുണ്ടായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞ് എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ സബ്ജക്റ്റിലേക്ക് നമുക്ക് തിരിച്ച് കയറി വരാം. അപ്പം ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ കമൻറ്റ് ബോക്സിൽ കുറേ പേര് വന്ന് ഇറങ്ങി. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് ഇതാണ്: നിവിൻ പോളിയുടെ ഈ തിരിച്ചുവരവിൽ 100 അല്ല 150 കോടിക്ക് മുകളിലടിച്ച് നിലവിൽ യൂത്തന്മാരിൽ സോളോ ഹയസ്റ്റ് ഗ്രോസേഴ്സ് ആയിട്ടുള്ള ആവേശം, ഫഹദിൻ്റെ, ആടുജീവിതം, പൃഥ്വിരാജിൻ്റെ, ഇതിനെ രണ്ടിനെ തട്ടി മാറ്റിയിട്ട് നിവിൻ പോളി കയറിയിരിക്കും സർവ്വമായ എന്ന് പറയുന്ന ഈ ഒരു ഫീൽ ഗുഡ് മൂവിയിലൂടെ. ഇത് ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇവന്മാർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഇവന്മാർ കമൻറ്റ് ബോക്സിൽ വന്ന് ഇവിടെ നിരങ്ങിയെന്നെ. ഇതൊരു 80 കോടി കൂടിപ്പോയാൽ മുക്കിയും മുളിയും 100 കോടി. ഇനി ഇത് 100 കോടി ഇപ്പം 10 ദിവസം കൊണ്ട് അടിക്കും, ഈ ഞായറാഴ്ച കൊണ്ട് എന്തായാലും അടിക്കും. അത് കഴിഞ്ഞിട്ട് 125 എത്തുമ്പോഴത്തേക്ക് ഇവന്മാർ വന്ന് പറയും കൂടിപ്പോയാൽ 140 കോടി. എന്തൊക്കെയാണെങ്കിലും ഇത് സോളോ ഹയസ്റ്റ് ഗ്രോസർ ആയിരിക്കും. അപ്പോൾ സോളോ ഹയസ്റ്റ് ഗ്രോസർ എന്ന് പറയുമ്പോൾ യൂത്തന്മാരിലാണ് കേട്ടോ. അപ്പുറത്ത് വേറൊരാൾ ഇരിപ്പുണ്ട്, ലാലേട്ടൻ. അങ്ങേരുടെ ആ ഒരു റേഞ്ച് വരെയൊന്നും പോകത്തില്ല, സോളോ ഹയസ്റ്റ് ഗ്രോസർ ആയിരിക്കും. അപ്പോൾ ഞാൻ പറയുമ്പോൾ സബ്ജക്റ്റ് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമുക്ക് അതിലേക്കൊന്ന് പോയാലോ. ഹലോ സിനിഫാൽസ്, വെൽക്കം ടു ടച്ച് മൈ ലൈഫ്. മമ്മൂക്കയ്ക്ക് മുമ്പേ 100 കോടി എന്ന് പറയാൻ നേരത്ത് ഫാൻസ് സങ്കടപ്പെടേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ കുരുപൊട്ടേണ്ട കാര്യമില്ല. കാര്യം മമ്മൂക്കയ്ക്ക് 3 ഹെവി അവസരങ്ങളുണ്ടായിരുന്നു. ഭീഷ്മപർവം, കണ്ണൂർ സ്കോഡ്, ഇപ്പം ദേ കളങ്കാവൽ. ഈ 3 സിനിമയും 80 കോടി ശാപത്തിൽ പെട്ടി ഇങ്ങനെ പോയ പടങ്ങളാണ്. മമ്മൂക്കയ്ക്ക് 80 കോടി ശാപമുണ്ട്. അത് എന്ന് മാറി പുള്ളി 100 കോടിയിലേക്ക് എത്തും എന്നുള്ളത് എനിക്കറിയത്തില്ല. അത് എത്തട്ടെ, എത്രയും പെട്ടെന്ന് എത്തട്ടെ. ആസ് എ സ്റ്റാർ, ആസ് എ മെഗാ സ്റ്റാർ പുള്ളി 100 കോടി ക്ലബിലേക്ക് കയറണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ കണ്ടന്റ് വൈസ് പുള്ളി വേറെ ലെവലാണ്. പുള്ളിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് അതാരുമില്ല. അത് വേറൊരു കാര്യം. നമ്മൾ സത്യസന്ധമായിട്ട് പറയുമ്പോൾ 2 കാര്യം പറയണം. ഇനി ദുൽഖറിൻ്റെ കാര്യത്തിലേക്ക് വരാൻ നേരത്ത് ദുൽഖറിന് 100 കോടി ഉണ്ട്, ഇല്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ക്യാപ്ഷനിലും തമ്പനയിലും അങ്ങനെ ഉണ്ടെങ്കിൽ, അല്ല അത് തികച്ചും യാദൃശികം മാത്രം. 100 കോടി ഇല്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ മലയാളത്തിൽ നിന്നൊരു സിനിമ 100 കോടി ഇല്ല. ലക്കി ഭാസ്കർ എന്ന് പറയുന്നത് പാനിന്ത്യൻ പടമാണെന്ന് നിങ്ങൾക്ക് പറയാം, അത് മലയാളത്തിൽ ഉണ്ടെന്ന് പറയാം. അങ്ങനെ പറഞ്ഞാലും അതൊരു ഡബ്ബഡ് റിലീസ് മാത്രമാണ്. ഇവിടെ നിന്ന് 20 കോടി മാത്രമാണ് കഷ്ടിച്ച് വാരാൻ പറ്റിയത്. അതൊന്നും ഒരു വലിയ സംഭവമായിട്ട് നിങ്ങൾ പറയരുത്. ആ ലക്കി ഭാസ്കറിനെ സർവ്വമായയിലൂടെ നിവിൻ പോളി തൂക്കിയാണ് പുള്ളി കയറാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത്രയും നാൾ അണ്ടർഗ്രൗണ്ടിൽ പതുങ്ങിയിരുന്ന ഒരുത്തനാണ് വന്നിട്ട് മോളിവുഡിലെ എല്ലാ യൂത്തന്മാർക്കും ചെക്ക് വെച്ച് അടിച്ച് കയറി നിൽക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടി കൂടുതൽ കുരുപൊട്ടൽ ഹേറ്റേഴ്സിന് ഉണ്ടാക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് നിവിൻ ഈ ഒരു റേഷ്യോ ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ വെടിക്കേറ്റായിട്ട് എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കുള്ള സംഭവമായിട്ട് കാണാൻ പറ്റത്തില്ല. കാര്യം അന്ത നെവിനെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അന്ത ടൈമിൽ പുള്ളിക്ക് ഒരു 3 വർഷങ്ങളുണ്ട്. 2014, 15, 16 ആണെന്ന് തോന്നുന്നു. ഈ 3 വർഷം പുള്ളിക്ക് 1983, ഓം ശാന്തി ഓശാന, വടക്കൻ സെൽഫി, ബാംഗ്ലൂർ ഡേയ്സ്, വിക്രമാദിത്യ, പ്രേമം, ജേക്കബിൻ്റെ സ്വർഗരാജ്യം, അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടം പടങ്ങൾ പുള്ളി കൊണ്ടുവന്നിറക്കി. പുള്ളിയുടെ വർഷങ്ങളായിട്ട് പുള്ളി മാറ്റിയ സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് പ്രേമം അന്ന് സെൻസർ കോപ്പി റിലീസായില്ലായിരുന്നെങ്കിൽ ഫസ്റ്റ് മോളിവുഡിൻ്റെ 100 കോടിയാണ് നിവിൻ്റെ കരിയറിലെ മോളിവുഡിൻ്റെ ഫസ്റ്റ്. അതെന്തോ അന്ന് സംഭവിച്ചില്ല. എന്നിട്ടും സെൻസർ കോപ്പി ഇറങ്ങിയിട്ടും തമിഴ്നാട്ടിൽ 300 ഡേയ്സ് റണ്ണും ഏകദേശം 75 കോടിയും പ്രേമം അന്ന് വാരി. അന്ന് പ്രേമം വാരിയ നമ്മുടെ കേരള ബോക്സ് ഓഫീസിലെ 40 കോടി എന്ന് പറയുന്ന കളക്ഷൻ ദുൽഖർ സൽമാൻ ഇന്ന് വരെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല.
അത് വളരെ വലിയൊരു നാണക്കേടുണ്ടായിട്ടുള്ള മറ്റൊരു കാര്യമാണ്. എത്രയൊക്കെ ഫാൻസ് ഉണ്ടെന്നും എന്ത് കോപ്പുണ്ടെന്നും പറഞ്ഞാൽ അതൊരു നാണക്കേട് തന്നെയാണ്, അന്ന് ക്രിയേറ്റ് ചെയ്ത സംഭവമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഈ സർവ്വമായി അടിക്കാൻ പോകുന്ന അടിയില്ലേ, ഇത് എപ്പോഴായിരിക്കും ഇവരൊക്കെ ഇനി വന്ന് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഞാൻ മമ്മൂട്ടിനെയും ദുൽഖറിനെയും കളിയാക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദർശികം മാത്രമാണ്, കളിയാക്കുന്നതല്ല. ഇവിടെ നമ്മൾ കാര്യം പറയുമ്പോൾ കളിയാക്കലായിട്ട് തോന്നുന്നതാണ്, അത് നിങ്ങളുടെ വെറും തോന്നൽ മാത്രമാണ്. ഈ ഗെയിം ദുൽഖറും ഒക്കെ കയറി വരും, അടുത്ത ചാൻസ് അവർക്കാണ്. അയാം ഗെയിമൊക്കെ വരികയല്ലേ, പാട്രിയോട്ട് വരികയല്ലേ, പിന്നെ മമ്മൂക്കയുടെ പുതിയ പടം ന്യൂ ഇയർ അനൗൺസ് ചെയ്തതൊക്കെ കണ്ടില്ലേ. അപ്പോൾ കയറി വരും, കയറി ഓരോ നടനും ഓരോ ഗ്രാഫിങ്ങിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേഷൻസ് ഒക്കെ എപ്പോഴും ഉണ്ടാകും. ഇപ്പോൾ 50 കോടി കേരള ബോക്സ് ഓഫീസിൽ ഇല്ലേ എന്ന് പറഞ്ഞ് കരയുന്ന ആളുകളുടെയൊക്കെ മുമ്പിലൂടെ പുള്ളി നിസാരമായിട്ട് അടിച്ച് കയറി വരും. അതൊക്കെ എനിക്ക് ഉറപ്പാണ്. നമുക്ക് എല്ലാത്തിനും വിമർശനാത്മകമായിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഡീപ്പായിട്ട് പറയേണ്ടി വരും. അങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നണ്ട. ഇത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മറ്റെല്ലാം യാന്ത്രികമായിരിക്കും. ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ സർവ്വം മായ. ഇനി ഈ 100 കോടി അടിച്ച് ഈ പടം സ്റ്റോപ്പ് ചെയ്യുന്ന ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, സ്റ്റോപ്പ് ആകാൻ പോണില്ല. ഈ സിനിമയുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് 150 കോടിയാണ്. ആവേശം അടിച്ച 155 കോടിയും ആടുജീവിതം അടിച്ച 156 കോടിയും, ഇത് രണ്ടും തൂക്കിയിട്ട് കയറി അവിടെ ഇരിക്കും, എന്നിട്ടേ ഇറങ്ങത്തുള്ളൂ. ഓക്കെ. അപ്പോൾ എന്തായാലും നിവിൻ അണ്ടർഗ്രൗണ്ടിൽ പോയ സമയത്ത് ഇവിടുത്തെ ബാക്കിയുള്ള എല്ലാ യൂത്തന്മാരും ഒക്കെ ഹൈ ഫോമിൽ ഒരുപാട് കളക്ഷൻസ്, ഒരുപാട് ഹിറ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് ഫാൻസിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരു പടത്തിലൂടെ തിരിച്ച് കൊണ്ടുവന്ന് പുള്ളി എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് മറ്റ് യൂത്തന്മാർ വേഴ്സസ് നിവിൻ, അതാണ് കേരള ബോക്സ് ഓഫീസിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി അങ്ങോട്ട് ഓരോ നിവിൻ പോലുള്ള സിനിമകൾക്ക് വേണ്ടി ഞാൻ ഹ്യൂജായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം ആ ഒരു സാമ്പിൾ വെടിക്കെട്ട് ഇതാണെങ്കിൽ ഇനി അങ്ങോട്ട് അടുപ്പിച്ച് 2-3 സിനിമകൾ ഹിറ്റായിട്ട് പിന്നെ ഒരു സിനിമ നല്ല കൊടൂര പോസിറ്റീവിൽ നിവിൻ ഇറങ്ങുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഓൾ നോൺ മോഹൻലാൽ റെക്കോർഡ്സ് അടിച്ച് തൂക്കിയിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. സർവ്വമായ നിങ്ങൾ കണ്ടെങ്കിൽ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ. ഓ